മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ്. സെക്രട്ടറിയോട് ചോദിക്കണമെന്ന അതിനാർജുണ്ടോ? സമരം ഞാനും ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകാൻ അവരെ പേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് സമരം ചെയ്തോട്ടെ, സമരം ചെയ്യാൻ അവകാശം അല്ല, സമരം ചെയ്തോട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല. നായ പട്ടി അത് കേട്ടിട്ട് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ അവരൊരാൾക്കും പരിക്ക് പറ്റരുന്ന പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും. രാഹുൽ കെ വി ചേരുന്നുണ്ട്. രാഹുൽ, MBA വഴിയിൽ തടഞ്ഞുള്ള വലിയ പ്രതിഷേധം പോലീസ് നന്നായി പണിപ്പെട്ട് നിന്നതുകൊണ്ടും നിലയുറപ്പിച്ചതുകൊണ്ടും വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയില്ല എന്ന് പറയാം. വടകരയിലെ ഏത് ഭാഗത്ത് വെച്ചായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായത്? പിന്നീട് പോലീസ് സ്വീകരിച്ച നടപടി, MBയുടെ പ്രതികരണമടക്കം. പ്രജീഷ്, വടകര MP ആയ ഷാഫി പറമ്പിലിനെതിരെ മണ്ഡലത്തിൽ തന്നെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ DYFI ഇതിനകം നടത്തിയതാണ്. വിവാദങ്ങൾക്ക് ഒടുവിൽ ഷാഫി ആദ്യമായി മണ്ഡലത്തിൽ ഇറങ്ങി ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ആദ്യമായി പങ്കെടുത്തത്. അന്ന് CPM പ്രവർത്തകർ ഷാഫി പ്രസംഗിക്കുന്ന വേദിക്കരികിലേക്ക് പ്രതിഷേധവുമായി എത്തി. പോലീസ് ഏറെ പാടുപെട്ടാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിരുന്നത്. ഇന്നിപ്പോൾ ഇതുവരെ നടന്ന എല്ലാ പ്രതിഷേധങ്ങളെക്കാളും അതിശക്തമായ രീതിയിലാണ് ഷാഫി പറമ്പിലിന് നേരെ പ്രതിഷേധം DYFI നടത്തിയിട്ടുള്ളത്. വടകര ടൗൺ ഹാളിൽ KK MLA ഒരു പരിപാടി, അതിൽ ഉദ്ഘാടകൻ ഷാഫി പറമ്പിലായിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ടൗൺ ഹാളിൽ നിന്ന് മടങ്ങുമ്പോഴാണ് ഷാഫി പറമ്പിലിനെതിരെ ഈ വിധത്തിലുള്ള ശക്തമായ പ്രതിഷേധമുണ്ടായത്. സംഘടിച്ചെത്തിയ DYFI പ്രവർത്തകർ, അവരുടെ കൈവശം പ്ലക്കാർഡുകളൊക്കെ തന്നെ, ബാനറുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഷാഫി പറമ്പിലിൻ്റെ വാഹനത്തിന് മുൻപിലേക്ക് ഓടിയെത്തുകയായിരുന്നു. തുടർന്ന് വാഹനം തടഞ്ഞു.
വലിയ രീതിയിൽ മുദ്രാവാക്യം വിളികളുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമാണ് എന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കിയത്. ഇതിനിടെയാണ് ഷാഫി വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായത്. അതായത് രാഹുലിനെതിരെ ഇങ്ങനെ പലയിടങ്ങളിലും ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് പോലീസിന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു എം പിക്ക്. തീർച്ചയായും പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ്. പ്രതിഷേധ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് വിലയിരുത്തിയിരുന്നത്. പക്ഷേ ഇത്ര കണ്ടൊരു പ്രതിഷേധം, ഇത്രയും ശക്തമായി വാഹനം തടഞ്ഞു നിർത്തിയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസ് കണക്കുകൂട്ടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഷാഫി പറമ്പിൽ എസ്കോട്ട് വാഹനം ഉണ്ടായിരുന്നു, ഈ റോഡിൽ പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രതിഷേധമല്ല ഉണ്ടായത്. ഏറെ പാടുപെട്ടാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഏതായാലും പോലീസിനെ നീക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത് ഷാഫി പറമ്പിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി വാക്കുതർക്കമുണ്ടായി. അതായത് നിങ്ങൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, മറിച്ച് അസഭ്യവർഷം ചൊരിയുന്ന രീതിയിലേക്കൊക്കെ സമരങ്ങൾ മാറ്റുന്നതിനുള്ള അധികാരമില്ല, നിങ്ങളത് അവസാനിപ്പിക്കണമെന്നാണ് ഷാഫി പറഞ്ഞത്. ഏതൊക്കെ വിധത്തിലുള്ള സമരങ്ങൾ നടത്തിയാലും ഭയപ്പെട്ട് വടകരയിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറില്ല, വടകര അങ്ങാടിയിൽ തന്നെ താൻ തുടരും എന്നുകൂടി ഷാഫി പറമ്പിൽ പ്രവർത്തകരോട് പറഞ്ഞു. തുടർന്ന് ഈ പ്രതിഷേധം നടന്ന സ്ഥലത്ത് നിന്ന് ഷാഫി വാഹനത്തിൽ കയറി തൊട്ടിപ്പുറ വന്ന് വാഹനത്തിൽ നിന്നിറങ്ങി റോഡിലൂടെ പ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുകയാണ് ചെയ്തിരുന്നത്. ഷാഫി പറമ്പിൽ അനുകൂലിച്ച് UDF പ്രവർത്തകരും ഇതേ സമയത്ത് തന്നെ സ്ഥലത്തേക്കെത്തി. അവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കി.